സുഗമമായി പോകേണ്ട ഒരു കൗൺസിൽ യോഗമാണ് ആദ്യത്തെ കൗൺസിൽ യോഗം. നമ്മളൊരു ഈഗോയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കാര്യത്തില്ല. ഈ സ്റ്റേറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത വിഷയത്തിൽ തെരുവുനായ വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ ചർച്ച ചെയ്യുന്നത് ഒരു വിരോധമില്ല. എന്തോ ഈഗോ വിഷയത്തിന്റെ പുറത്ത് വന്ന് പ്രതിപക്ഷം പ്രശ്നമാകാന്ന നിങ്ങൾ എന്താണ് പറയുന്നത്? ഇന്ന് കാലത്ത് SN ആളിന്റെ സെക്യൂരിറ്റി ഷോറിനെ പട്ടി ഓടിച്ചു. ആ പട്ടിയാണ് 2 ദിവസം മുമ്പ് ഇവിടുത്തെ ഹരിതസേനാംഗത്തിനെ കടിച്ചത്. ഇതൊന്നും ചെറുതായി കാണാൻ കഴിയാൻ പറ്റുമോ? നിങ്ങൾ ആരുടെ പറയുന്നത്? ഞങ്ങളുടെ പുതിയ ആളാണ്, പക്ഷെ നാട്ടിലെ വിഷയങ്ങൾക്ക് അധികം ഗൗരവമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് മനസ്സിലായ. ഇത് 13 പേര് 10 ദിവസം മുമ്പ് ഒപ്പിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തെരുവുനായ വിഷയം. 3 ദിവസം കഴിച്ചു 15 പേര് അധികം ആളുകളെ കഴിച്ചു. ഇത് അധികം ഗൗരവങ്ങൾ കാണണം. അടിയന്തരമായിട്ട് കൗൺസിൽ വിളിക്കണം എന്ന് ചെയർമാനും വൈസ് ചെയർമാനും ചിരിച്ച് കളിച്ച് തകരാണ്. മനസ്സിലായ. ഇത് ഇത്ര ഗൗരവ വിഷയമായിട്ട് അതിനെ കാണാൻ തയ്യാറായില്ല. ഇത് ചാലക്കുടിക്ക് മുഴുവൻ ആളുകൾ മാത്രമേ വിഷയം. ഇവിടേക്ക് ചേട്ടനില്ലേ, ഇവിടേക്ക് ഒരുപാട് ആളുകളുണ്ട്. അവരും കൂടി വിഷയം മാറാം. നിങ്ങൾ പറ, ഈ കേരളത്തെ ഏത് തദ്ദേശ ഭരണ സ്ഥാപനമുണ്ട് ഇതുപോലെ പട്ടിയടിക്കുന്ന ഒരു പേര് പറഞ്ഞു? ഒരു തദ്ദേശ തൃശ്ശൂർ ജില്ലയിൽ പറയുന്നത് തൊട്ടപ്പുറത്ത് മുനിസിപ്പാലിറ്റി ഉണ്ടാ, അതിനപ്പുറത്ത് കൂടുതൽ മുനിസിപ്പാലിറ്റി ഉണ്ടാ, അതിനപ്പുറത്ത് ചാപ്പക്കാട്ടുണ്ട് ഉണ്ടാ. നിങ്ങൾ പറ, ഈ ചാലക്കുടി അല്ലാതെ ഏത് തദ്ദേശ ഭരണ സ്ഥാപനം ഉണ്ട്? 87 മുനിസിപ്പാലിറ്റി ഉള്ള കേരളത്തിൽ 900 പഞ്ചായത്ത് ഉണ്ടല്ലോ, 6 കോർപ്പറേഷൻ ഉണ്ടല്ലോ. ഇവിടെ എവിടെയും പട്ടിക കഴിക്കില്ല. അന്നിട്ട് അതൊന്നും വിഷയമല്ല. അതൊക്കെ ഈസി കാണാണ്. ഇവിടെ ഈഗോ വിഷയമാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ മോഹൻപേട്ട മുൻ UDF-ന്റെ പാർലമെന്റ് പാർട്ടിയുടെ ഇവിടെ ചെയർമാനായിരുന്നല്ലോ. അദ്ദേഹം ചെയർമാനിന്റെ കാലത്ത് ഒരു ദിവസം 15-ലധികം ആളുകളൊക്കെ പട്ടി അടിച്ച് പാലക്കാടില് കാലത്തൊടി അവിടെ ജനങ്ങൾ മാറി മാറി ചെയർപേഴ്സണെ ബന്ധപ്പെട്ട് വിളിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. ചാലക്കുടി മാർക്കറ്റ് വഴി പോകുന്ന ആളുകൾ മുഴുവൻ പിടിച്ച് കഴിക്കുക ഒരു പട്ടി. എന്നിട്ട് എന്താ തീരുമാനത്തെ? അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പൊന്നുമില്ലോ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് മുന്നത്തെ ചെയർമാൻ എബിജോസിനും അതുപോലെ റിസൾട്ടോ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് വിഷയമാണ്, ഇത് വിഷയമാണ്, ഇത് പൊതുജനങ്ങളുടെ ഈ വിഷയം ചർച്ച ചെയ്ത് പോകാൻ പറ്റുമോ? ഇതിന് ഗൗരവം കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പ്രതിപക്ഷം നൽകി പറയാനുള്ളത്. തർക്കത്തിന് ആവശ്യമില്ല. സ്വന്തം പോകേണ്ട പോകേണ്ട ഒരു മുനിസിപ്പൽ നഗരസഭ കമ്മിറ്റിയാണ്, കൗൺസിലാണ്. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കൗൺസിലാണ് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം. പക്ഷെ അതിന്റെ ഗൗരവം കണ്ടുകൊണ്ട് തന്നെയാണ് അത്യധികം ബഹുമാനത്തോട് പറയാണ് ഈ വിഷയം ആദ്യം അതിന്റെ ചർച്ച ചെയ്ത് പോകാൻ തന്നെ വേണം. ഇവിടെ ഒരു ഈഗോയുടെ പ്രശ്നം നല്ലത്. ഞങ്ങളൊരു നോട്ടീസ് തരുമ്പോൾ ആ നോട്ടീസിന്റെ പ്രാധാന്യം അനുസരിച്ചും അതിന്റെ നയം അനുസരിച്ചും യോഗം വിളിക്കാൻ ഉത്തരവാദപ്പെട്ട ചെയർപേഴ്സൺ അത് ചെയ്തിട്ടില്ല. ഇനി വിളിച്ചില്ല, 3 ദിവസത്തിനുള്ളിൽ നോട്ടീസ് ഞങ്ങൾക്ക് തരണം. ടൈമത്തില് 10 ദിവസത്തിനുള്ളിൽ വിളിച്ചാൽ മതി. സമയമൊക്കെ കറക്റ്റാണ്. പക്ഷെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ 13 പേർക്ക് വേറെ യോഗം കൂടി തീരുമാനമെടുക്കാം. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതിന് നിങ്ങൾക്ക് ഒരു സൂത്രപ്പണി ഭരണപക്ഷം ഏൽപ്പിച്ചേക്കണം. അതാണ് പ്രശ്നം. അതില് 3ാമത്തെ തെരുവുനായ ശല്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അജണ്ട സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്ന അജണ്ടയ്ക്ക് ഒരു പ്രസക്തിയും ഇല്ല. അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞ് ആദ്യത്തെ അജണ്ട എന്ന് ചർച്ച ചെയ്താണ് പോയി. 2ാമത്തെ അജണ്ടയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഞങ്ങൾ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയത്തില് ഒരു അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞ് 13 പേര് ഒപ്പിട്ട് തരുമേ, അങ്ങനെ ആണോ വേണ്ടത്? അപ്പൊ നമ്മൾ സൂത്രപ്പണിയിലൊന്നും ആർക്കും വന്നു വരും. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി നഗരസഭയുടെ 2025-2030 കാലഘട്ടത്തിലെ കൗൺസിലിൻ്റെ ആദ്യ കൗൺസിൽ യോഗം ഇന്ന് ചാലക്കുടി നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് നടന്നു. ഈ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട് ഇതിന് ഒരു 3-4 ദിവസം മുൻപ് പ്രതിപക്ഷമായിട്ടുള്ള LDF ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗ്രഹം എന്ന് പറയുന്നത് ചാലക്കുടി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായയുടെ കടിയേറ്റ് ഒരു 3 ദിവസത്തിനുള്ളിൽ 20ഓളം പേർക്കാണ് കടിയേറ്റിട്ടുള്ളത്. അതിഗുരുതരാവസ്ഥ. മാർക്കറ്റിൻ്റെ അവിടെ ഒരു കറുത്ത നായ കഴിച്ചു. സൗത്തിലെ സർവീസ് റോഡിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു തെരുവുനായ ഇതുപോലെ ഹരിതസേനാംഗത്തെ ഉൾപ്പെടെ ഉള്ളവരെ കടിച്ചു. ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷമായിട്ടുള്ള LDF ഈ കൗൺസിൽ യോഗത്തിന് മുൻപായിട്ട് ഒരു 3-4 ദിവസം മുൻപ് ഒരു അടിയന്തര കൗൺസിൽ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തത്. പക്ഷേ ആ കത്ത് കൊടുത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ അടിയന്തര കൗൺസിലൊന്നും വിളിക്കാൻ പോയില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയിട്ട് അതിൽ പ്രധാനപ്പെട്ട ചില അജണ്ടകൾ വെച്ചുകൊണ്ട് കൗൺസിൽ യോഗം നടത്താൻ തീരുമാനിച്ചു. ആ കൗൺസിൽ യോഗം നടത്താൻ തീരുമാനിച്ചതിൻ്റെ അജണ്ടയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ആ അജണ്ടയിൽ തെരുവുനായ വിഷയം ഒരു 2ാമത്തെ അജണ്ടയായിട്ടാണ് ഇട്ടിട്ടുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഇത് പ്രധാന അജണ്ടയായിട്ട് ഇത് ചർച്ച ചെയ്യണമെന്നായിരുന്നു. എന്തായിരുന്നാലും അങ്ങനെ ഒരു സംഭവമായിരുന്നില്ല ഇന്ന് ആദ്യ കൗൺസിൽ യോഗത്തിനെത്തിയപ്പോൾ അജണ്ട വെച്ചിരുന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ചാലക്കുടി നഗരസഭയിലെ ഈ തെരുവുനായ ശല്യം എന്ന് പറഞ്ഞാൽ ഈ കൗൺസിൽ യോഗം നടക്കുന്ന ഇന്ന് തന്നെ കാലത്ത് SN ഹാളിലെ സെക്യൂരിറ്റി അല്ല കിഷോർ എന്ന് പറയുന്ന സെക്യൂരിറ്റിയെ പട്ടി ഓടിപ്പിച്ചു. ഇനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കടിച്ച പട്ടിയെ പിടിച്ചു എന്ന് പറയുമെങ്കിൽ അത് കെട്ടഴിഞ്ഞ് പോയി വീണ്ടും അവിടുത്തെ കംഫർട്ട് സ്റ്റേഷനിലെ ഒരു ചേട്ടനാണ് ആ പട്ടിയെ പിടിച്ചിട്ടുള്ളത്.
അപ്പൊ ഇങ്ങനത്തെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പ്രത്യേകിച്ച് പത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കയ്യിൽ വടി പിടിച്ചിട്ടാണ് തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഇതൊരു പ്രധാന അജണ്ടയായിട്ട് കാണാനായിട്ട് ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബുവിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ തയ്യാറാകാതിരുന്നത് അറിയില്ല. എന്തായിരുന്നാലും കൗൺസിൽ യോഗം തുടങ്ങി കഴിഞ്ഞപ്പോൾ അജണ്ട വായിച്ചതിന് ശേഷം LDF പാർലമെന്ററി പാർട്ടി ലീഡറായിട്ടുള്ള ജില്ലാ ആന്റണി ഈ വിഷയം ഇത് ശരിയായിരുന്നില്ല, ഇത് ഒന്നാമത്തെ അജണ്ടയായിട്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണം, പ്രത്യേകിച്ച് ഇന്ന് തന്നെ ഒരാളെ പട്ടിയടിക്കാൻ ഓടിച്ചിരിക്കുന്ന ഒരു അവസരം ഇന്ന് തന്നെ ഒരാളെ പട്ടിയടിക്കാനായിട്ട് ഓടിച്ചിട്ടുള്ള ഒരു സംഗതി നിലനിൽക്കെ ഈ വിഷയം പ്രധാന അജണ്ടയായിട്ട് തന്നെ ആദ്യ അജണ്ടയായിട്ട് ചർച്ച ചെയ്യണം. അല്ല, നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ചാലക്കുടി പട്ടണത്തിൽ ഇതുപോലൊരു വിഷയം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനല്ലേ ഏറ്റവും ആദ്യം പരിഗണന കൊടുക്കേണ്ടത്? ഉത്സവത്തിനും പെരുന്നാളുകൾക്കൊക്കെ ആണോ ആദ്യ പരിഗണന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കേണ്ടത്? നിങ്ങൾ ആ അജണ്ട വായിച്ചു നോക്കുക. ആ അജണ്ടയിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ആലീസ് ഷിബു എന്ന് പറയുന്ന ചെയർപേഴ്സന്റെ ഒരു ഇടപെടൽ, അവരുടെ ഇത്തരം വിഷയങ്ങളോടുള്ള അവരുടെ സമീപനമാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അവർക്ക് ഈ പറഞ്ഞ ജനങ്ങളെ പട്ടികടിക്കുന്ന സംഭവമൊന്നുമല്ല. വേറെ ഏതൊക്കെ തദ്ദേശഭരണ സംവിധാനങ്ങളാണ് ഇതുപോലെ പട്ടികടി ഉണ്ടായിട്ടുള്ളത്? ഒരു സ്ഥലത്തുമില്ല. ഇവർ അമ്പേ പരാജയമാണ്. തെരുവുനായ വിഷയത്തിൽ ഈ ഭരണസമിതി അമ്പേ പരാജയമാണ്. അല്ലെങ്കിൽ മനുഷ്യരെ പട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ തെരുവുനായ വിഷയമായിരുന്നില്ലേ ആദ്യ അജണ്ടയായിട്ട് വരേണ്ടത്? LDF ഉന്നയിച്ചിരിക്കുന്ന വിഷയം അത് കാര്യപ്രസക്തമാണെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രഥമ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? മുൻ ചെയർമാനായിട്ടുള്ള ഷിബു വാലപ്പം പറഞ്ഞതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം. അദ്ദേഹം പറയുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇത് ആദ്യ അജണ്ടയായിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യണമെന്ന് ഒരു കുഴപ്പമില്ലാന്ന്. ഇത് ആരാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി? ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവർക്കൊന്നും തലയ്ക്ക് ബോധമല്ലേ? അവരായിരുന്നു ഇത് ചിന്തിക്കേണ്ട സംഭവം. അവർ ഈ പട്ടികടി വളർന്ന വിഷയങ്ങളൊന്നും അവർക്ക് പ്രധാന വിഷയമായിട്ട് തോന്നുന്നില്ല. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ അതിന്റെ സംഗ്രഹം മനസ്സിലാക്കാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാർ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10 പ്രാവശ്യം കണ്ടാലേ ആ സിനിമയുടെ സംഗ്രഹം മനസ്സിലാവൂ എന്നുള്ളവർ അത് തീർച്ചയായിട്ടും അങ്ങനെ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞ മാതിരിയാണ്, ഒരു പ്രാവശ്യം പട്ടി ഒരാൾ കടിക്കുന്നു, 2 പ്രാവശ്യം കടിക്കും, 2ാമത്തെ പ്രാവശ്യം കടിക്കുന്നു, 3ാമത്തെ പ്രാവശ്യം കടിക്കും, അങ്ങനെ ഏകദേശം 20ഓളം പേരെ പട്ടി കടിച്ചിട്ടും ഈ വിഷയം പ്രഥമ അജണ്ടയായിട്ട് ആദ്യ അജണ്ടയായിട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ള തോന്നൽ, ആ തോന്നലാണ് പ്രതിപക്ഷം LDF ഇവിടെ ഉന്നയിച്ചത്. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ ഈ ശക്തമായ ആവശ്യത്തെ തുടർന്ന് 2ാമത്തെ അജണ്ടയായിട്ട് കടന്നിരുന്ന ഈ സംഭവം 1ാമത്തെ അജണ്ടയിലേക്ക് മാറ്റപ്പെട്ടു. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട ചാലക്കുടിക്കാരെ, ഇവിടുത്തെ ഈ ഭരണവർഗം എന്ന് പറയുന്ന ഈ സംവിധാനം, ഇവർക്ക് ഈ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഇടപെടാനല്ല താല്പര്യം. അങ്ങനെ ഇടപെടേണ്ടവരാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ആദ്യ അജണ്ടയായിട്ട് പറയേണ്ടത് ഇതാണ്. വേറെ ഏതെങ്കിലും തദ്ദേശഭരണ സംവിധാനങ്ങളിൽ ഇതുപോലെ പട്ടികളെ കൊണ്ട് കടിയേറ്റിട്ടുണ്ടോ? ഇനി ഇവർ പിടിച്ച പട്ടി കെട്ടഴിഞ്ഞു പോയി. അതിനുശേഷം രണ്ടാമതും ഇതിനൊക്കെ പിടിച്ചു കെട്ടിയത് കംഫർട്ട് സ്റ്റേഷനിലെ ചേട്ടനാണ്. അപ്പോ ഈ തെരുവുനായ വിഷയത്തിൽ ഇവരൊന്നും ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിപക്ഷമായിട്ടുള്ള LDF ഇങ്ങനൊരു വിഷയം ഉയർത്തിക്കൊണ്ട് കത്ത് കൊടുത്തത്. ആ കത്തിന്മേൽ ഒരു ചർച്ചയും നടന്നില്ല. പക്ഷേ ആദ്യ കൗൺസിൽ യോഗത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യം അത് പരിഗണിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സംഭവം. ഇനി തെരുവുനായ വിഷയത്തിൽ എടുത്തേണ്ട തീരുമാനം മാളയിലുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ABC ഷെൽട്ടർ സംവിധാനത്തിലേക്ക് ഇത് മാറ്റുമെന്നാണ് പറയുന്നത്. ഇതേ കൗൺസിൽ തന്നെ വത്സൻ ചമ്പക്കര പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ഈ ABC ഷെൽട്ടർ സംവിധാനം പ്രവർത്തനരഹിതമാണെന്ന്. ആ ജില്ലാ പഞ്ചായത്താണ് നടത്തുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി നിർത്തിവെച്ചിരിക്കുക. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ? പിന്നെ എന്തിനാണ് കത്ത് കൊടുത്തിട്ട് കാര്യം? പ്രവർത്തനരഹിതമായ സ്ഥലത്തേക്ക് എങ്ങനെയാണ് പട്ടികളെ കൊണ്ടിടുന്നത്? ഇതുപോലെ ആളുകളെ ഇങ്ങനെ പമ്പറ വിഡ്ഢികളാക്കുന്ന പരിപാടി, ഇതുപോലെ ആളുകളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി, ഇതിന് നേതൃത്വം കൊടുക്കലാണ് ചെയർപേഴ്സൺ ആലീസ് ഷിബു ചെയ്യുന്നത്. ഞാൻ ആലീസ് മാഡത്തിനോട് പറയുന്നു, മാഡം, ഒരു വിഷയം നമുക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവണം. അല്ലാണ്ട് 9 പ്രാവശ്യം സിനിമ കണ്ടാലേ നമുക്ക് ഈ കാര്യത്തെപ്പറ്റി ബോധ്യപ്പെടും എന്ന് പറയുന്നത്, അത് മാഡം തീർച്ചയായിട്ടും വിഷയങ്ങളെ കുറേ കൂടി അവഗാഹത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും ആദ്യ കൗൺസിൽ യോഗത്തിൽ തന്നെ വല്ലാത്ത കല്ലുകടിയിലേക്ക് മാറ്റിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണസമിതിക്ക് തന്നെയാണ്. അത് പ്രതിപക്ഷം കൃത്യമായിട്ട് ഉന്നയിച്ചു. അതിന്റെ നിയമ കാര്യങ്ങൾ ഉൾപ്പെടെ വിൽസൺ പാണാട്ടുപറമ്പിലിനെ പോലുള്ള കൗൺസിലർമാർ ഈ വിഷയം കൃത്യമായിട്ട് ഉന്നയിച്ചപ്പോൾ അപ്പോഴാണ് ഈ കാര്യം ബോധ്യപ്പെട്ടത്. ഇനി ഷട്ടറിലേക്ക് പട്ടികളെ കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ആർക്കും കടിയേക്കാതിരിക്കട്ടെ. കൗൺസിലിന്റെ അന്ന് തന്നെ കിഷോർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പട്ടി ഓടിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൗൺസിൽ യോഗം കൂടിയത്. ബാക്കി കൗൺസിലിൽ നടന്ന കാര്യങ്ങൾ നേരിട്ട് തന്നെ നമുക്ക് കാണാം. ചാലക്കുടി നഗരസഭയുടെ ഈ വിഷയത്തിലുള്ള കെടുകാര്യസ്ഥത അത് ഇനിയെങ്കിലും മാറ്റി ജനങ്ങൾക്ക് പട്ടികടി കൊള്ളാതിരിക്കാനായിട്ടുള്ള ഇടപെടലിലേക്ക് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.